ശ്രീകുമാരായിരുന്നെ. നമ്മുടെ മേഡത്തെ ഇതാ കണ്ടു. മേഡത്തിന് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രീകുമാരി ഷാജി മേഡം, ഈ മേഡത്തിന്റെ ഈ ബുദ്ധിയെയും അതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യം ഒരുപാട് കാലം നീട്ടിക്കൊടുക്കട്ടെ എന്നും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ഈ സെക്ഷനിൽ വന്നിരിക്കുന്ന എല്ലാവരുടെ പ്രാർത്ഥനയും മേഡത്തിന് ഉണ്ടാവുമെന്നും ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടും, നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സാണിത്. നമ്മുടെ കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ കമ്പനി ഭീമപടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നവർക്കെല്ലാം അറിയാം, ഇനി പോകാത്തവർക്കും പോകാം. എപ്പോൾ വേണമെങ്കിലും അവിടെ മേഡത്തിന് ഇൻഫർമേഷൻ ചെയ്ത് കൊടുത്താൽ മേഡം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കമ്പനിയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് 1000 രൂപയാണ്. ആ 1000 രൂപയ്ക്ക് കടന്നു വരുമ്പോൾ നമുക്ക് 3 മാസത്തെ റീചാർജ് സർവീസസ് ആണ് കിട്ടുന്നത്. മൊബൈൽ സർവീസസ് അത് 3 പ്രാവശ്യം റീചാർജ് ചെയ്തുകൊണ്ട് 350 രൂപ വെച്ച് 3 ടൈം നമുക്ക് റീചാർജ് ചെയ്ത് കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കമ്പനിയിൽ 3 തരത്തിലുള്ള പാക്കേജ് ഉണ്ട്. രണ്ടാമത്തെ പാക്കേജ് 3000 രൂപ. 3000 രൂപയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3500 രൂപയുടെ റീചാർജ് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ 3000ന്റെ ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ബൈനറി സ്റ്റാർട്ട് ചെയ്യും. പ്രിയപ്പെട്ടവരെ, 3000ന്റെ പാക്കേജ് എടുത്ത് വരുന്ന വ്യക്തികൾക്ക് നമുക്ക് 1000 രൂപ ബൈനറി മാച്ചിങ്ങിലൂടെ നമുക്ക് ഒരു ദിവസം 5000 രൂപ 5 ബൈനറിക്ക് മാച്ചിങ് കിട്ടുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പാക്കേജ് 5000 രൂപയാണ്. 5000 രൂപയുടെ പാക്കേജ് മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ 6000 രൂപ നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടും. ഇത് ടോട്ടൽ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് 3000ന്റെ പാക്കേജും 5000ന്റെ പാക്കേജും നിങ്ങൾക്ക് ബാലൻസ് ഉള്ള പേയ്മെന്റിന് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങാവുന്നതാണ്. അടുത്ത നമ്മുടെ സോഫ്റ്റ്വെയർ വരുന്നതോടുകൂടി നിങ്ങൾക്ക് എന്താണ് പ്രൊഡക്റ്റ് ഉള്ളത് അതിൽ ഷോ ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പാക്കേജ് 3000ന്റെയും 5000ന്റെയും ഇൻസ്റ്റന്റ് ബൈനറി സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. 5000ന്റെ പാക്കേജ് എടുത്ത് വരുന്ന വ്യക്തികൾക്ക് ഒരു ദിവസം 10 ബൈനറി മാച്ചിങ്ങിലൂടെ 10000 രൂപ പെർ ഡേ നേടാനുള്ള ഒരു സാഹചര്യവും കമ്പനി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കമ്പനിയിൽ നിലവിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ടെക്സ്റ്റൈലുണ്ട്, ക്ലോത്ത് ക്ലീനിങ് പ്രോഡക്റ്റ് ഉണ്ട്, വാഷിംഗ് പ്രോഡക്റ്റ് ഉണ്ട്, കുക്കിംഗ് പ്രോഡക്റ്റ് ഉണ്ട്. നമ്മളിപ്പോ ചെയ്യുന്നത് മൊബൈൽ റീചാർജിങ് ആണ്. അത് ഒരു സർവീസസ് ആണ്. പ്ലസ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ലോണും പോസിബിൾ ആണ്, കിട്ടും. നിങ്ങൾക്ക് ഏവർക്കും കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയുന്നില്ല. കാരണം മേഡത്തിന്റെ ഇന്നത്തെ പുതിയ സോഫ്റ്റ്വെയറിന്റെ ചെറിയൊരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അറിയാം, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ 9 തരത്തിലുള്ള ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. ആ 9 തരത്തിലുള്ള ഇൻകം ലാസ്റ്റ് നിങ്ങൾ നോക്കുന്നു. ആ 9ാമത്തെ ഇൻകം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 1000 രൂപ കൊടുത്ത് ഇവിടെ ഒരു സർവീസസ് ഏറ്റെടുത്ത് നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇ കോമേഴ്സ് ഇൻകം അത് അൺലിമിറ്റഡ് ആണ്. അതിലെ ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ റെഫറൽ റിവാർഡ് റിപ്പീറ്റഡ്, പെർഫോമൻസ് ബോണസ് റിപ്പീറ്റഡ്, റീചാർജ് റിപ്പീറ്റഡ്, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് കിട്ടാവുന്ന ഒരു സാഹചര്യവും ഇവിടെയുണ്ട്. നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ 9 തരത്തിലുള്ള ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ പറ്റും. നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ ഒരു സാലറി കിട്ടുന്ന പോലെയല്ല, ഒരു പണി ചെയ്യുമ്പോൾ 9 സാലറിയാണ് നമുക്ക് ഇവിടെ കിട്ടുക. 9 ടൈപ്പ് ഓഫ് ഇൻകം. പ്രിയപ്പെട്ടവരെ, നെക്സ്റ്റ് പേജ് മാഡം. ഇന്ന് കുറച്ച് ഓടിച്ചു പോകേണ്ട കാര്യമുണ്ട്, കാരണം സമയം ദീർഘിപ്പിച്ചിരിക്കുകയാണ്. മാഡത്തിനും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം നേരത്തെ സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ പുതിയ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല, കാരണം അവരവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ റെഫറൽ ആൻഡ് ഇൻകത്തിലൂടെയാണ് പോകുന്നത്. ആ ബിസിനസ് പ്ലാൻ നമ്മൾ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 500 രൂപ കിട്ടും. രണ്ടാമത്തെ വ്യക്തിനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 500 രൂപ കിട്ടും. ഈ 500 രൂപയിൽ നിന്നും 500 രൂപയിൽ നിന്നും ടോട്ടലായിട്ട് 30% കട്ട് ചെയ്യപ്പെടും. ആ 30% കട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 700 രൂപ നിങ്ങൾക്ക് ഉണ്ടാവും. ആദ്യം റെഫറൽ ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന് ടോട്ടൽ 500 രൂപ വരുമ്പോൾ 350 രൂപ നിങ്ങൾക്ക് കിട്ടും. 350 രൂപയിൽ നിന്ന് ബാക്കി വരുന്ന 150 രൂപയും ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം അവിടെയും ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് 95 രൂപയും നമ്മുടെ ഈ റിപ്പീറ്റഡ് റീചാർജ് അലൗൺസിലോട്ട് ഷോ ചെയ്യപ്പെടും, വാലറ്റിലോട്ട് പോകും. അതിൽ നിന്ന് 5 രൂപ മാത്രം, 100 രൂപയിൽ 5%, 5 രൂപ മാത്രം നമ്മുടെ TDSന് മാറ്റിവെക്കപ്പെടും. 350, 500 രൂപയുടെ 225 രൂപയും TDSലോട്ട് മാറ്റിവെക്കപ്പെടും. അങ്ങനെ ടോട്ടൽ 1000 രൂപ നമുക്ക് കിട്ടുമ്പോൾ 770 രൂപ നിങ്ങളുടെ ഇൻകം വാലറ്റിലുണ്ടാവും. ആ 770 രൂപ ഇൻകം വാലറ്റില് ടോട്ടൽ ഷോ ചെയ്യപ്പെടും. ബാക്കി ഞാൻ പോകെ പറയാം. നെക്സ്റ്റ് പേജ് മാഡം.
പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 റഫറലല്ല, ഇഷ്ടം പോലെ വ്യക്തികളെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇഷ്ടം പോലെ വ്യക്തികളെ. അത് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ 8 ലെവലിന് താഴെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ 7 ലെവലിലോട്ടും 100 രൂപ വെച്ച് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം കിട്ടും ചെയ്യും. നമ്മൾ കൊണ്ടുവന്നവർക്കും ഹെൽപ്പിങ്, നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ട് മുകളിൽ 8 ലെവലിലോട്ടും 100 രൂപ കിട്ടുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ കൊണ്ടുവരുന്നവർക്കും സപ്പോർട്ട്, നമ്മളെ കൊണ്ടുവരുന്നവർക്കും സപ്പോർട്ട്. നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ കണ്ടത്. എത്ര റെഫറൽ കൊടുത്താലും ഒരു റെഫറലിൽ നിന്ന് 500 രൂപ വെച്ച് നിങ്ങൾക്ക് റെഫറൽ ഇൻകം കിട്ടും. അത് റെഫറൽ ഇൻകം കിട്ടും. അതേ സമയത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകവും നമ്മുടെ 8 ലെവലിൽ നിന്ന് 100 രൂപ വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. 1 സൈഡ് പോയാലും ശരി, 2 സൈഡ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. മാച്ചിങ് ബോണസ് മാച്ചിങ് ആയ 1000 രൂപ മാച്ചിങ് കിട്ടാൻ വേണ്ടി ലെഫ്റ്റും റൈറ്റും ടീം വേണം മാത്രം. നിങ്ങൾക്ക് ഇൻകം ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം കിട്ടാനായിട്ട് നമുക്ക് 1 സൈഡ് ബിസിനസ് പോയാലും നിങ്ങൾക്ക് ഇൻകം കിട്ടും. അത് 2 റെഫറൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. റീബർത്ത് നമുക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത എടുക്കാമേ. ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വിൻഡോ എടുക്കാമേ. റീബർത്തിന് സാർ കണ്ടിന്യൂ ചെയ്തോ. റീബർത്തിനൊന്ന് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ അപ്പോഴത്തേന് സ്ലൈഡ് എടുക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ റിപ്പീറ്റഡ് റീചാർജ് അലവൻസിലോട്ട് നമുക്ക്, ഞാൻ 3 പാക്കേജിന്റെ വിവരം പറഞ്ഞു. റിപ്പീറ്റഡ് റീചാർജ് അലവൻസിലോട്ട് വരുന്ന സംഖ്യ 2500 രൂപ വരുമ്പോൾ, ആ 2500 രൂപ വരുമ്പോൾ നമുക്ക് റീബർത്ത് ചെയ്യപ്പെടും. ആ റീബർത്ത് ചെയ്ത് കഴിഞ്ഞാൽ റഫറൽ ഇൻകമായ 500 രൂപ നമ്മൾക്കും ടോട്ടൽ 8 ലെവലിലോട്ട് 100 രൂപ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം കിട്ടും. അപ്പൊ ടോട്ടൽ ഒരു റീബർത്ത് ചെയ്യപ്പെടുമ്പോൾ നമ്മളെ തുടർച്ചയായിട്ടുള്ള മൊബൈൽ റീചാർജിങ്ങിന് വേണ്ടി നമുക്ക് 1000 രൂപ റീചാർജ് വാലറ്റിൽ കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ ഒരു റീബർത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 ടൈം കഴിയുമ്പോഴേക്കും റീചാർജിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ 1000 രൂപയും അവിടെ ഷോ ചെയ്യപ്പെടും. അതും നിങ്ങൾക്ക് റീചാർജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ റിപ്പീറ്റഡ് റീചാർജ് അലവൻസിലോട്ട് 4000 രൂപ ഷോ ചെയ്യപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ടോട്ടൽ ID ബൈനറി എലിജിബിലിറ്റി ആകുകയും ചെയ്യും. നമ്മൾക്ക് ആ റീബർത്ത് വന്ന ID ആണ് 4000 രൂപ റിപ്പീറ്റഡ് വരുന്ന സമയത്ത് ബൈനറി എലിജിബിലിറ്റി ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ID 3000 രൂപ കൊടുത്ത്, 1000 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ബാക്കി 2000 രൂപയും കൊടുത്തിട്ട് നമ്മളത് ടോപ്പ് അപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. റീബർത്ത് ചെയ്യുന്ന സംഖ്യ നേരത്തെ ഞാൻ പറഞ്ഞു, 500 രൂപ റെഫറൽ ബോണസ് പ്ലസ് 1000 രൂപ നമ്മുടെ മൊബൈൽ റീചാർജിങ്ങിലോട്ട് 8 ലെവൽ ഇൻകം കൊടുക്കാനായിട്ട് 800 രൂപ, മേജിക് ക്ലബിലേക്ക് ടോട്ടൽ 200 രൂപ. ടോട്ടൽ അവിടെ വന്ന 2500 രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് നമുക്ക് അവിടെ 4000 വരുന്നത്. അപ്പൊ ബൈനറി എലിജിബിലിറ്റി ആയി. ആ റീബർത്ത് സംഭവിച്ച ID ആണ് അവിടെ ബൈനറിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് വേണം, നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ഇതുപോലെ റീബർത്ത് സംഭവിച്ച ID വരും. അതിൽ നിന്നൊക്കെ ബൈനറി വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, 3000 രൂപ കൊടുത്ത് നമ്മുടെ ID ടോപ്പ് അപ്പ് ചെയ്യണം. ബാലൻസ് 2000 കൊടുത്താൽ മാത്രം മതി. അപ്പൊ ടോട്ടൽ 3000 ആയി. അപ്പൊ 3000 രൂപ ആകുന്ന സമയത്ത് നമുക്ക് ഡെയിലി 5 ബൈനറി 5000 രൂപ കിട്ടും. അങ്ങനെ നമ്മുടെ താഴെ വന്ന ഓരോ വ്യക്തികളും 3000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടോട്ടൽ 2000 രൂപ കൊടുത്ത് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോട്ടൽ 3000ത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ബൈനറി മാച്ചിങ് കിട്ടും. ഓക്കെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ 1000 കൊടുത്ത വ്യക്തികള് 2000 കൊടുത്തും ടോപ്പ് അപ്പ് ചെയ്യാം, ടോട്ടൽ 4000 കൊടുത്തും ടോപ്പ് അപ്പ് ചെയ്യാം. 4000 കൊടുത്ത് ടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാലറ്റിൽ 4000 ഉണ്ടെങ്കിൽ ആ 4000 കൊടുത്ത് ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ 1 ടൈം ടോപ്പ് അപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ നമുക്ക് ഡെയിലി 10 ബൈനറി സീലിംഗ് ആണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുക. 10000 രൂപ ഡെയിലി 10000 രൂപ കിട്ടും നമുക്ക്. ആ 10000 രൂപ നേടാൻ വേണ്ടി നമ്മുടെ വാലറ്റിൽ കിടക്കുന്ന 4000 രൂപ കൊടുത്ത് ടോപ്പ് അപ്പ് ചെയ്താൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ നമുക്ക് എന്താണ്, അതിനുശേഷം വരുന്നതാണ് നമ്മുടെ പെർഫോമൻസ് ബോണസ് വരുമ്പോൾ ടോട്ടൽ എത്രയാണ്, നമുക്ക് 1700 രൂപ അവിടെ വീണ്ടും വരും. 2500 വന്നു, 4000 വന്നു, അതിനുശേഷം 1700 വരും. ടോട്ടൽ എത്രയാ, 8200 രൂപ വരും. ആ 8200 രൂപ വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ടോട്ടൽ നമ്മുടെ ടീമില് 319 പേര് വന്നാൽ മാത്രം മതി. അത് 7ാമത്തെ ലെവല് 128 പേര് വന്നപ്പോ ആ ലെവല് കംപ്ലീറ്റ് ആയി. ബാലൻസ് വരുന്ന 8ാമത്തെ ലെവലില് 256 പേര് വരണമായിരുന്നു. ഇവിടെ അത് വേണ്ട. ടോട്ടല് 65 പേര് വരുമ്പോഴേക്കും ടോട്ടൽ നിങ്ങളുടെ ടീമിൽ 319 പേര് വരും. അപ്പോൾ നിങ്ങൾക്ക് 8200 രൂപ അതിൽ നിന്ന് റിപ്പീറ്റഡ് റീചാർജ് അലവൻസിൽ ഉണ്ടായിരിക്കും.
അപ്പോൾ അത് വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4,592 രൂപ ഇ കോമേഴ്സിലായിട്ട് മാറ്റവെക്കപ്പെടും. 18,168 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എന്തായി? നമ്മുടെ 3 ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ആവും. ടോട്ടൽ 8,200 രൂപ റിപ്പീറ്റഡ് റീചാർജ് അലൗൺസിലോട്ട് വരുന്ന സമയത്ത്. ഒരു മിനിറ്റ്. സർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? സർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ കാണുന്നത് പെർഫോമൻസ് ബോണസ് ആണ്. പെർഫോമൻസ് ബോണസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ ടോട്ടൽ പെർഫോമൻസ് ബോണസ് തുടങ്ങുന്നത് ടോട്ടൽ 16 ലെവലിലാണ്. ആ 16 ലെവലില് നമ്മളെ റീബർത്തുകൾ സംഭവിക്കും. അതുപോലെ ബൈനറി എലിജിബിലിറ്റി ആവും. അതുപോലെ പെർഫോമൻസ് ബോണസ് മൂന്നാമത്തെ 1,700 രൂപ വരുമ്പോൾ ഇത് ടോട്ടൽ റിപ്പീറ്റഡ് റീസൈക്ലിങ്ങിലൂടെ 479.52 ടൈം സംഭവിക്കും. 479 തന്നെ നോക്കിയാൽ മതി. 479 പ്രാവശ്യം നിങ്ങളുടെ മൊബൈലിലോട്ട് 1000 രൂപ വെച്ച് റീചാർജിന് വേണ്ടി വരും. അപ്പൊ പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ റീചാർജ് ചെയ്യാൻ വേറെ പൈസ വേണോ? വേണ്ടല്ലോ. ഇതിൽ തന്നെ ഈ എമൗണ്ട് പോരെ. ഇതേപോലെ ടോട്ടൽ ആദ്യം 2,500 വന്നു, വീണ്ടും 4,000 വന്നു, വീണ്ടും 1,700 വന്നു, ടോട്ടൽ 8,200. അപ്പൊ ടോട്ടൽ നമ്മുടെ ടീമിൽ എത്ര മെമ്പർമാരുണ്ടായിരിക്കും? 1,31,070 മെമ്പർമാരുണ്ടായിരിക്കും. ടോട്ടൽ എത്ര എമൗണ്ട് കിട്ടും? 1,31,07,000 രൂപ കിട്ടും. ആ 1,31,07,000 രൂപയിൽ നിന്ന് 39,32,100 രൂപ ഡിഡക്ഷൻ സംഭവിക്കും. 30%. ബാലൻസ് എത്രയാ ഉണ്ടാവുക? നമ്മുടെ അക്കൗണ്ടിലേക്ക് 73,39,920 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ബാലൻസോ നമ്മുടെ നമ്മുടെ ഇ കോമേഴ്സ് വാലറ്റിലുണ്ടാവും. ആ ഇ കോമേഴ്സ് വാലറ്റിൽ കൂടെ നമ്മൾ പല പ്രാവശ്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടോട്ടൽ 18,34,980 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതുപോലെ എത്ര പ്രാവശ്യം സംഭവിക്കും? ഇതുപോലെ 479 പ്രാവശ്യം സംഭവിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടേക്കാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 18,34,980 രൂപ ഇ കോമേഴ്സിൽ കിടക്കുന്ന പൈസയും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും റിപ്പീറ്റഡ് എന്ന് കണക്കിന് 479 പ്രാവശ്യം ഫണ്ട് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കൂടെ? നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കൂടെ? തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്തും. ഇവിടേക്കുള്ള യാത്ര നമ്മുടെ ഇ കോമേഴ്സിലോട്ടാണ് പ്രിയപ്പെട്ടവരെ. ആ ഇ കോമേഴ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ചാർട്ട് നിങ്ങളൊന്ന് പഠിക്കുക. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പുതിയ വരുന്ന PDF-ൽ അത് ഷോ ചെയ്യപ്പെടും. എല്ലാവർക്കും ഇതിന്റെ PDF-ൽ ഉണ്ടായിരിക്കും ഈ എല്ലാ കാര്യങ്ങളും. നമ്മുടെ ടീമില് ടോട്ടൽ 16 ലെവലിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതില് നമ്മുടെ ടോട്ടൽ ടീമില് 1000 മെമ്പർ പർച്ചേസ് ചെയ്താൽ മതി. 1000 പേർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10,000 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 1000 മെമ്പർമാർ നമ്മുടെ ടീമിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിൽ നിന്ന് 5% നമുക്ക് കമ്മീഷൻ കിട്ടുമെങ്കിൽ ടോട്ടൽ 500 രൂപ ഉണ്ടാവും. ആ 500 രൂപയിൽ നിന്ന് കമ്പനി റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് 250 രൂപ മാറ്റിവെച്ചപ്പെട്ടിട്ടുണ്ട്. ബാലൻസ് 250 രൂപ 16 ലെവലിലോട്ടും നിജപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ആ 16 ലെവലിലോട്ടും മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുള്ളൂ. നമുക്ക് 100 200 ലെവലിലോട്ട് വേണമെങ്കിൽ വിടാം. പക്ഷെ അത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. വരുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനം കിട്ടണം. തൊട്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം വരുമാനം പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് 16 ലെവലിൽ കട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിജപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടല് എത്ര രൂപ ഉണ്ടാവും? ഒരു ഹെഡിൽ നിന്ന് 15 രൂപ 63 പൈസ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. 15 രൂപ 63 പൈസ. അത് 1000 പേര് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 15,625 രൂപ ഒരു മാസം നമുക്ക് വരുമാനം ഉണ്ടാവും. അത് 5000 പേര് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിലോ നമ്മുടെ ടീമിൽ എത്ര പേരുണ്ട്? 78,125 രൂപ ഒരു മാസം വരുമാനം 5000 പേര് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ. അതേ സമയത്ത് 10,000 പേര് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലോ 1,56,250 രൂപ ഒരു മാസം. അതേ സമയത്ത് 50,000 പേര് നമ്മുടെ ടീമിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ 7,81,250 രൂപ ഒരു മാസം നമ്മുടെ വരുമാനം. പ്രിയപ്പെട്ടവരെ, ഇവിടേക്കുള്ള പ്രയാണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ഈ സംഖ്യ. ഏത് പ്രവൃത്തി ചെയ്താൽ കിട്ടും സംഖ്യ. കോടാനക്കോടി രൂപ മുടക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ കിട്ടുന്ന ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. നമ്മൾക്ക് ഇത് നിരന്തരമായി പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഒരു സംഖ്യയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ 50,000 പേര്. പക്ഷെ നമ്മുടെ ടീമില് 1,31,070 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1,00,000 മെമ്പർ നമ്മുടെ ടീമിൽ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു മാസം 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കമ്മീഷൻ 5% നമുക്ക് 15,62,500 രൂപ ഒരു മാസം കിട്ടും പ്രിയപ്പെട്ടവരെ. 15 ലക്ഷം. അതേ സമയത്ത് 8% കമ്മീഷൻ നമ്മുടെ കമ്പനിക്ക് കിട്ടിയെങ്കിൽ മിഡിൽ മാൻ കമ്മീഷൻ ഇല്ലാതെ ഒരു ഷോപ്പിൽ നിന്നും നമ്മൾ സാധനം പർച്ചേസ് ചെയ്യില്ല. എല്ലാ കമ്പനിയിൽ നിന്നും നമുക്ക് എല്ലാ ഷോപ്പിൽ നിന്നും എല്ലാ ഷോറൂമുകളിൽ നിന്നും നമുക്ക് മിഡിൽ മാൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. അത് 8% കിട്ടുന്നതെങ്കിൽ 800 രൂപ ഉണ്ടാവും. 400 രൂപ റാങ്ക് ഹോൾഡേഴ്സിനും 400 രൂപ 16 ലെവലിലോട്ടും മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. പെർ ഹെഡിൽ നിന്ന് 25 രൂപ കിട്ടും. നമ്മുടെ ടീമില് 1000 പേര് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ 25,000 രൂപ ഒരു മാസത്തെ വരുമാനം. 5,000 പേര് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 1,25,000 രൂപ വരുമാനം. 10,000 പേര് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2,50,000 വരുമാനം. 50,000 പേര് പർച്ചേസ് ചെയ്യാൻ ഉണ്ടായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ 16 ലെവല് കംപ്ലീറ്റ് ആകുമ്പോൾ 12,50,000 രൂപ ഒരു മാസത്തെ വരുമാനം. നമ്മൾ ഇവിടെ പെർഫോമൻസ് ബോണസ് കിട്ടുന്ന വരുമാനമല്ല ഈ പറയുന്നത്. നമ്മുടെ ഇ കോമേഴ്സിലൂടെ പർച്ചേസ് ചെയ്യുന്ന വരുമാനം അതിന് ഒരു ലിമിറ്റും ഇല്ല, അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരു മാസം എത്രയാണോ വരുമാനം കിട്ടുന്നത് അത് നിങ്ങൾക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഏതൊരു വരുമാനം ഷോ ചെയ്യപ്പെടുമ്പോഴും നമുക്ക് 30% TDS-നും റിപ്പീറ്റഡ് റീചാർജ് അലവൻസിലോട്ട് മാറ്റിവെക്കപ്പെടും. ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ 20% വീണ്ടും നമ്മൾ ഇ കോമേഴ്സിലേക്ക് മാറ്റിവെക്കപ്പെടും. നിരന്തരമായി നമ്മുടെ ഇ കോമേഴ്സ് വാലറ്റിൽ ഫണ്ട് വന്നുകൊണ്ടേയിരിക്കാം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് നമുക്ക് വാങ്ങിക്കൊണ്ടേയിരിക്കാം ഒരു കണ്ടീഷനും ഇല്ലാതെ. അതേ സമയത്ത് നമ്മുടെ കമ്പനികളിൽ നിന്ന് നമ്മുടെ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് 10% കമ്മീഷൻ അവിടെ കിട്ടും പ്രിയപ്പെട്ടവരെ. ആ 10% കിട്ടുമ്പോൾ നമുക്ക് 500 രൂപ റാങ്ക് ഹോൾഡേഴ്സിനും ടോട്ടൽ 16 ലെവലിലോട്ട് 500 രൂപയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോ ഒരു ഹെഡിൽ നിന്ന് എത്ര കിട്ടും? 31 രൂപ 25 പൈസ. അപ്പൊ നമുക്ക് 1000 പേര് പർച്ചേസ് ചെയ്യാനുണ്ടോ 31,250 രൂപ. ടോട്ടൽ നമ്മുടെ 5,000 പേര് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലോ 1,56,250 രൂപ. ടോട്ടൽ 10,000 പേര് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലോ 3,12,500 രൂപ. ടോട്ടൽ 50,000 പേര്, ഇവിടേക്കാണ് നമ്മുടെ യാത്ര. 50,000 പേര് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 15,62,500 രൂപ പെർ ഹെഡ് ടോട്ടൽ നമുക്ക് ആ മാസത്തെ വരുമാനം കിട്ടും പ്രിയപ്പെട്ടവരെ. ടോട്ടൽ 1,00,000 മെമ്പർ പർച്ചേസ് ചെയ്യുവാനുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് 31,25,000 രൂപ പെർ മന്ത് നമ്മുടെ വരുമാനം. നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ 20% കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട്. ആ സാഹചര്യത്തിലോ നമുക്കൊരു മാസം കിട്ടാവുന്ന സംഖ്യ ടോട്ടൽ 50,000 പേര് വരുമ്പോൾ 31,25,000 രൂപ ഒരു മാസത്തെ വരുമാനം. 50,000 പേർ നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ ആ 20%, 5%, 8%, 10%, 20% എല്ലാം എന്താ പറയാ ഷോർട്ടായിട്ടാണ് കിട്ടുക. കാരണം ഒരു സ്ഥലത്ത് 5% ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് 8% ഉണ്ടാവും, വേറെ സ്ഥലത്ത് 10% ഉണ്ടാവും, വേറെ ഒരു സ്ഥലത്ത് 20% ഉണ്ടാവും. ഇതെല്ലാം കാൽക്കുലേഷൻ ചെയ്ത് വരുന്ന സമയത്ത് ഒരു മാസത്തെ ഇൻകം നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതം, നമ്മുടെ സ്വപ്നതുല്യമായ ജീവിതത്തിലോട്ട് കടന്നു പോകാനും നമ്മളെ കൊണ്ട് പറ്റും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. നമ്മളെ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞ് നടക്കട്ടെ, എവിടെ വേണമെങ്കിൽ നടന്നോട്ടെ. പക്ഷെ നമ്മുടെ യാത്ര ഒരേ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം. നമ്മൾക്കുള്ള സുഖം നമ്മൾ അനുഭവിച്ച് തീർക്കാനുള്ളതാണ്. അതേ സമയത്ത് നമ്മളുടെ യാത്ര അവിടേക്കായിരിക്കണം. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാനുള്ള യാത്രയായിരിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇനി ഏതെങ്കിലും സ്ക്രീൻ നമ്മുടെ റാങ്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കമ്പനിയില് റിവാർഡുകള് ഉണ്ട്. അതിൽ റാങ്കുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പേരുകളൊക്കെ പിന്നീട് ഒരിക്കൽ മാറ്റം ചെയ്യപ്പെടാം. നമുക്ക് തന്നെ സജഷൻ ചെയ്യാം, ഈ പേര് പോരാ, നമുക്ക് നല്ലൊരു പേര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കൊണ്ടുവരാം. അതിനെല്ലാം നമ്മുടെ കോർ കമ്മിറ്റിയും നമ്മുടെ എല്ലാ മെമ്പർമാരും ഉണ്ട് സജഷൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അവർക്കൊക്കെ നമുക്കിത് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയോട് ആവശ്യപ്പെടാം. ഇപ്പോൾ നിലവിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ 2 പേര് കൊണ്ടുവരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമുക്ക് പേര് തന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർമാരെ. അതിനുശേഷം 3ാമത്തെ ലെവലില് ടോട്ടൽ 2ാമത്തെ റാങ്ക് ടീം കോർഡിനേറ്റർ. അവിടെ ഈ പ്രോഫിറ്റിന്റെ നമുക്ക് 5% വരും. അപ്പൊ എത്ര ടീം കോർഡിനേറ്റർമാരുണ്ടോ ഈ 5% വെച്ച് അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് 3ാമത്തെ റാങ്കായ 5ാമത്തെ ലെവൽ 32 പേര് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡെവലപ്മെന്റ് ഓഫീസർ എന്ന റാങ്കിലെത്തും.
അപ്പോൾ നമുക്ക് എന്താ ടോട്ടൽ 5% അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 8% ടോട്ടൽ എത്ര ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ഉണ്ടോ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. പിന്നെ നാലാമത്തെ റാങ്ക്, ആ നാലാമത്തെ റാങ്ക് നമ്മുടെ 7ാമത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് 128 പേര് വരുന്ന സമയത്ത് 4ാമത്തെ റാങ്ക് ബിസിനസ് മാനേജർ എന്നറിയപ്പെടും. അപ്പോൾ നമുക്ക് ടോട്ടൽ 9% ഉണ്ട്. ആ 9% എത്ര ബിസിനസ് മാനേജർമാരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈക്വലായി ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. 10ാമത്തെ ലെവല് 1024 പേര് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5ാമത്തെ റാങ്ക് നമുക്ക് ഷോ ചെയ്യപ്പെടും, സീനിയർ മാനേജർ. അതിന്റെ ടോട്ടൽ പ്രോഫിറ്റിന്റെ 10% അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. 6ാമത്തെ റാങ്ക് ടോട്ടൽ നമ്മുടെ 12ാമത്തെ ലെവലായ 4096 പേര് വരുമ്പോൾ സീനിയർ മാനേജർ. സീനിയർ മാനേജർക്ക് 11% ഉണ്ട്. ആ 11% ഈക്വൽ ആയിട്ട് എല്ലാവർക്കും സീനിയർ മാനേജർമാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. നെക്സ്റ്റ് 14ാമത്തെ ലെവല് ടോട്ടൽ 16,384 പേര് വരുമ്പോ 7ാമത്തെ റാങ്ക് ചീഫ് മാനേജർ. അതിന് ടോട്ടൽ 12% ഉണ്ട്. ആ 12% ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, 16ാമത്തെ റാങ്ക്, ആ 16ാമത്തെ റാങ്ക് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. 65,536 പേര് ഉണ്ടായിരിക്കും. അതിലെ 8ാമത്തെ റാങ്ക് നമ്മൾ ഷോ ചെയ്യപ്പെടും. ക്രൗൺ എന്ന റാങ്ക് ടോട്ടൽ 15% ഉണ്ട്. ആ ക്രൗൺ മെമ്പർമാരെ 5, 6, 8, 10 ഉണ്ടെങ്കിൽ അവർക്ക് ഈ 15% ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതിലും വലിയൊരു സംഖ്യയായിരിക്കും പ്രിയപ്പെട്ടവരെ അത്. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു റാങ്കും കൂടി ഉണ്ട്, 9ാമത്തെ റാങ്ക് അംബാസഡർ. ആ അംബാസഡറിന് ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. നമ്മുടെ താഴെ നമ്മുടെ ടീമില് 2 ക്രൗൺ വരണം. 2 ക്രൗൺ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ 9ാമത്തെ റാങ്ക് അംബാസഡറായി. ആ അംബാസഡർ 30% ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആ 30% എത്ര അംബാസഡർമാരുണ്ടോ അവർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. ഇതാണ് നമ്മുടെ റാങ്കിന്റെ ഇപ്പോഴത്തെ ഉള്ള സ്ഥിതി. ഇനി നമുക്ക് ആ വെബ്സൈറ്റിന്റെ നമ്മുടെ കാൽക്കുലേഷൻ ചാർട്ട് ആണ് കാണിക്കേണ്ടത്. കാരണം അവിടെ ക്ലീൻ ചെയ്ത് ആദ്യം ഞാൻ പറയാം സാറേ, ക്ലിയർ ചെയ്ത് പോയത് കൊണ്ടേ ഇനി ഞാൻ അല്ലെങ്കിൽ ഡമ്മി സൈറ്റ് അടിക്കാൻ സമയമില്ലല്ലോ. നമുക്ക് ഡമ്മി സൈറ്റ് അടിച്ചെങ്കിലല്ലേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സൈറ്റ് എങ്ങനെയാ എടുക്കുന്നതിന് തൊട്ടുള്ളത് നമുക്ക് ഷെയർ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു. ഇനി മാഡം സംസാരിക്കും പ്ലീസ്. നമ്മുടെ പുതിയ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാനുള്ളത്. അത് എങ്ങനെയാണ് നമ്മുടെ സൈറ്റ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. നേരത്തെ നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അതിന്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് അടുത്തുള്ള ദിവസങ്ങളിൽ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രെയിനിങ് സെഷൻ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് നിലവിലുള്ള സാഹചര്യത്തെ കുറിച്ച് മാഡം സംസാരിക്കുന്നതായിരിക്കും. പ്ലീസ് വെൽക്കം മാഡം. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ ഇന്നത്തെ സൂം മീറ്റിംഗിലേക്ക് ഈ വൈകവേളയിലും എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. നമ്മുടെ സൈറ്റ്, ഞാൻ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനില്ല, നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. bible.global.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേരെന്ന് അറിഞ്ഞിരുന്നു. അപ്പൊ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റ് ഇന്റർഫേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് 2 ബട്ടൺ ഉണ്ട്, ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ എന്നും ലോഗിൻ ടു അക്കൗണ്ട്. അതായത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ലോഗിൻ ടു അക്കൗണ്ടിലൂടെ പോകാം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂ മെമ്പേഴ്സിന് 2 വഴികളുണ്ട്. ഒന്ന് ലിങ്ക് ത്രൂ, ആരെങ്കിലും തന്നിരിക്കുന്ന ലിങ്ക് ത്രൂ രജിസ്റ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് സൈറ്റിലേക്ക് കയറി പോവാം. അങ്ങനെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഫോമിൽ വരുമ്പോൾ നമ്മൾ അവിടെ നെയിം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ 10 ഡിജിറ്റ്സേ പാടുള്ളൂ, ആക്സസ് ഉള്ളത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. പിന്നെയുള്ളത് നമ്മുടെ പാസ്വേഡ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഓട്ടോമാറ്റിക്കലി അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. കാരണം ഇവിടെ നമുക്ക് വാലറ്റിൽ പിന്നുകൾ ഉണ്ടാകും, വാലറ്റിൽ ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ട് ഉപയോഗിച്ച് പിൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മിസ്യൂസിങ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തനിയെ പാസ്വേഡോട് കൂടി വേണം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ. രണ്ടാമത് അടുത്ത സെക്ഷനിൽ നമ്മുടെ റഫറൽ ലിങ്ക് വഴിയാണ് ഓട്ടോമാറ്റിക്കലി റഫറൽ നെയിം അവിടെ സ്പില്ലാകും. ലിങ്ക് ഇല്ല എങ്കിൽ നമ്മളവിടെ ഏത് റഫറലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതവിടെ ഈ സ്പേസിൽ കൊടുക്കണം. അതേപോലെ തന്നെ പ്ലേസ്മെന്റ് അവിടെ ലെഫ്റ്റോ റൈറ്റോ ചൂസ് ചെയ്യണം. അതിനുശേഷം വരുന്നത് ആക്ടിവേഷൻ കോഡാണ്. ഇത് പലതരത്തിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. പലതരത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിയിലേക്ക് ഫണ്ട് ഇട്ടുകൊണ്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെ ലീഡേഴ്സിൽ നിന്ന് വാങ്ങിക്കാം. ഇല്ല, നമ്മുടെ കയ്യിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വർക്ക് എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ വാലറ്റിൽ ഫണ്ട് ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് പിൻ ജനറേറ്റ് ചെയ്യാം. ഒരു 1250 രൂപ ഫണ്ട് ആകുമ്പോൾ നമുക്ക് ഒരു പിൻ ജനറേറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് അവിടെ വിൻഡോയിൽ ഷോ ചെയ്യും. അപ്പൊ നമുക്കത് കാണിക്കാൻ സാധിക്കാത്തത് നമ്മൾ നിലവിൽ ചെയ്ത്
അടിച്ചു വെച്ച ഡമ്മി സൈറ്റുകൾ അടിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. മീറ്റിങ്ങിനിടയിൽ ഞാൻ നോക്കിയപ്പോൾ അതില്ല. കാരണം അവരവിടെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത ടെസ്റ്റിംഗ് നടക്കുകയാണ്. നമ്മുടെ മാജിക് പൂളിന്റെ പ്രോസസ്സ് ഫിനിഷിങ് ആവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് കിട്ടാതെ വന്നത്. അപ്പൊ അവിടെ ഇൻവാലിഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനെയാണ് ഞങ്ങൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇവിടെ നമ്മൾ ആക്ടിവേഷൻ കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക. ആക്ടിവേഷൻ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഐ എഗ്രി എന്ന് കൊടുക്കുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, പ്രൈവസി പോളിസി ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എല്ലാവരും ചെയ്തു പോകുക. കാരണം റൂൾസ് കമ്പനിയുടെ നിബന്ധനകൾ വ്യക്തമായിട്ട് കമ്പനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, ബാക്കിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം മുൻകാല ദുരനുഭവങ്ങളാണ് അതിന് നമ്മളെ പ്രേരിതരാക്കിയത്. നമ്മൾ കൃത്യമായിട്ട് കമ്പനിയുടെ പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കമ്പനിയുടെ സിസ്റ്റം, സ്ട്രാറ്റജി ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഓരോ കസ്റ്റമേഴ്സിനെയും ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇന്നോ നാളെയോ അവസാനിക്കാനുള്ള ഇതിന്റെ ഫ്യൂച്ചർ, അതായത് ഈ ബിസിനസ് ഇന്ന് അല്ലെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഇല്ലാണ്ട് വന്നാലും ഈ പ്രസ്ഥാനം ഇതേപോലെ നിലനിന്ന് പോകത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലാണ് ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സ്, ഒരു കൂട്ടം ആളുകൾ ഇതിനെ മുൻപോട്ട് നയിച്ചു കൊണ്ടുപോകും. ആരുണ്ടേ ഇല്ല എന്നുള്ളത് ഇവിടെ വിഷയമല്ല. സിസ്റ്റം ക്ലിയർ ആണോ അത് അതിന്റെ റണ്ണിങ് ക്ലിയർ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ആ ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു മിനിറ്റ്, നമുക്ക് ഈ വരയൊന്ന് മായ്ക്കട്ടെ, എഴുതി പഠിക്കട്ടെ. അപ്പോ നമുക്ക് ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ജോയിൻ ബൈബിൾ എന്ന് കൊടുക്കുമ്പോൾ അതായത് ഈ ടിക്ക് മാർക്ക് കൊടുക്കണേ. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ടിക്ക് മാർക്ക് കണ്ടീഷൻസ് വായിച്ചു നോക്കിയിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ജോയിൻ ബൈബിൾ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ID രജിസ്ട്രേഷൻ ആകും. രജിസ്ട്രേഷൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ID ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഓപ്പൺ ആകുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ വാലറ്റിന് നമുക്ക് കാണാം 350 രൂപ അറ്റ് എ ടൈം നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് റീചാർജ് വാലറ്റ്. പിന്നെ നമ്മൾ മെമ്പേഴ്സിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് അക്കൗണ്ട് ആണ്. ആ ഇൻസ്റ്റന്റ് അക്കൗണ്ട് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാം. കാരണം നമുക്ക് സോഫ്റ്റ്വെയർ രജിസ്ട്രേഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഡമ്മി സൈറ്റുകൾ കൂടുതൽ ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഇടുമ്പോൾ മേലേക്ക് വെച്ച സൈറ്റുകളിലേക്കൊക്കെ കമ്മീഷൻ ജനറേറ്റ് ചെയ്ത് പോകും. അത് പിന്നെ നമുക്ക് കൂടുതൽ ജോലി ആയതുകൊണ്ട് നമ്മൾ ഡമ്മി സൈറ്റ് അവരിപ്പോ ക്ലിയർ ചെയ്തു. ഇനിയിപ്പോ അത് ഡമ്മി ഞാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാളത്തെ സൈനപ്പും താമസിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ അത് തന്നെയല്ല സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. അപ്പോ നമുക്ക് ഇവിടെ നമ്മൾ ഈ ജോയിൻ ടു ബൈബിൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വിൻഡോ ഓപ്പൺ ആയിട്ട് ആരാണോ രജിസ്റ്റർ ചെയ്തത്, നമ്മൾ മുൻപുള്ള സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് നമ്മൾ രണ്ടാമത് ID നമ്പർ കൊടുത്ത് ഓപ്പൺ ചെയ്ത് വരണം അല്ലേ. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഡയറക്റ്റ് ഏത് കസ്റ്റമർ ആണോ ജോയിൻ ചെയ്ത് ആ ആപ്ലിക്കേഷൻ അവരുടെ വിൻഡോയിലേക്ക് അവരുടെ ഇന്റർഫേസിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ റീചാർജ് ബാലൻസിലെ ഫണ്ട് അവിടെ ഷോ ചെയ്തിരിക്കും. അതേ ടൈമിൽ തന്നെ കസ്റ്റമർക്ക് റീചാർജ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത മെമ്പർ ആണെങ്കിൽ ഈ ഗെറ്റ് സ്റ്റാർട്ടഡിലൂടെ വരുവാണെങ്കിൽ മാത്രം നമ്മൾ ഇത് ചിന്തിച്ചാൽ മതി. അതായത് നമുക്ക് ബാങ്കിൽ പോയിട്ട് ഓട്ടോമാറ്റിക് ലോഗിൻ ടു അക്കൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇന്റർഫേസിലേക്ക് വരും. ഇല്ല നമ്മൾ മുമ്പേ കണ്ട എന്താണ്, ബാക്കിൽ പോവാം. മുമ്പേ നമ്മൾ കണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഓൾറെഡി ID ഉള്ള ആളാണെങ്കിൽ ഇവിടെ സൈൻ ഇൻ കൊടുത്തും കയറി പോവാം. കാരണം ഇതിങ്ങനെ രണ്ടും എന്തിനാ ഞാൻ പറയുന്നത് ചോദിച്ചാൽ ചിലർക്ക് ആദ്യ സമയത്തൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആപ്ലിക്കേഷനിലാണ് വരുന്നത്, എന്റെ ഫോൺ ഇത് വരുന്നില്ല എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ തന്നെ സൈൻ ഇൻ ഉണ്ട്. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലോഗിൻ ടു അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ID നമ്പർ ഇവിടെ കൊടുക്കുക, പാസ്വേഡ് ഇവിടെ കൊടുക്കുക. പാസ്വേഡ് 8 ക്യാരക്ടർ മിനിമം വേണം. അത് നമ്മൾ സ്വയം സെറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് പാസ്വേഡ് ഓർത്ത് വെച്ചിരിക്കണമെങ്കിൽ റിമെമ്പർ കൊടുക്കാം. ഫോർഗട്ട് പാസ്വേഡിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല, അത് നടക്കുന്നേ ഉള്ളൂ. അത് രണ്ട് വഴികളാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇമെയിലിലേക്ക് നമുക്ക് ഫോർഗട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ OTP വരുന്ന മെത്തേഡ്, ഇല്ല എങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത്. അത് ഏതാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. അത് കൺഫേം ചെയ്തിട്ട് നമ്മൾ ആ ഫോർഗട്ട് പാസ്വേഡിന്റെ ഫിനിഷിംഗ് വർക്കും തീർക്കും. അപ്പൊ ഇവിടെ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർക്കിംഗ് വിൻഡോയിലേക്കാണ് വരുന്നത്. അവിടെ നിൽക്കുന്ന കാൽക്കുലേഷൻ ചാർട്ടാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഓരോരുത്തരും സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒത്തിരി താമസിക്കാൻ പാടില്ല, നമുക്ക് പിന്നെ എന്താ സൈനപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ നീക്കേണ്ടത് കൊണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡിൽ പെട്ടെന്ന് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളൊരു കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ
സോറി, ഒരു മിനിറ്റ് 1 മിനിറ്റ്. ഫസ്റ്റ് കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിലവിൽ നമ്മുടെ സിസ്റ്റത്തിൽ വന്നിരിക്കുന്നവർക്ക് 2 കസ്റ്റമറും അതിൽ കൂടുതലും ഒക്കെ ഡയറക്ട് ഓഫർ ഉണ്ട്. അപ്പൊ ഒരു ഡയറക്ട് ഓഫറിൽ കൊടുക്കുമ്പോൾ നമുക്ക് നേരത്തെ 500 റുപ്പീസ് ആയിരുന്നു ഇവിടെ വിസിബിൾ ആയിരുന്നത്, ഇപ്പൊ 350 മാത്രമേ. എല്ലാ ഇൻകത്തിൽ നിന്നും കറക്റ്റ് ആയിട്ട് ഡിഡക്ഷനും എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ സിസ്റ്റം ഇപ്പോൾ രണ്ടാമത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇനി നമ്മൾ 500 റുപ്പീസിന്റെ TDS അടച്ചില്ല എന്ന കാരണത്താൽ നമുക്ക് നാളെ ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കം തൊട്ടേ ഇത് എങ്ങനെ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റീസൈൻ അപ്പ് ചെയ്യേണ്ടി വന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇ-കൊമേഴ്സ് വാലറ്റിലേക്ക് ഫണ്ട് പോയത് ആദ്യമൊക്കെ നമുക്ക് മെയ്, ജൂൺ, ജൂലൈ സമയങ്ങളിലൊക്കെ ബിസിനസ്സിലേക്ക് കടന്നു വന്നവർക്ക് അവരുടെ ഇ-കൊമേഴ്സ് വാലറ്റിന്റെ എമൗണ്ട് ഷോ ചെയ്ത് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഓഗസ്റ്റ് 16 മുതലുള്ളവർക്ക് മാത്രമേ അത് ഷോ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് മുൻപുള്ളവർക്കും അവരുടെ സിസ്റ്റം കറക്റ്റ് ആയിട്ട് പോരുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് റീസൈൻ അപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ റീസൈൻ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞു തരുന്നത്. ഒരാളെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ 350 രൂപ ഡയറക്ടർ റെഫറൽ ബോണസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് അവിടെ അറിയാം, ഫസ്റ്റ് മെമ്പറെ കൊടുക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം ഇല്ല, മാജിക് ബോണസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് TDS എന്ന് പറയുന്നത് ഇതിന്റെ പെർസെന്റേജ് വരെ. TDS 5 ആദ്യം കാണിച്ചിരിക്കുന്നു, 25 എന്ന് കാണിച്ചിരിക്കുന്നു അല്ലെ. 25 എങ്ങനെ വന്നു? നമ്മുടെ ഡയറക്ടർ റെഫറൽ ബോണസിന്റെ 5%, 25 റുപ്പീസ്. ഓക്കെ, ഇനി നമുക്കൊരു 5 റുപ്പീസ് ഇവിടെ എക്സ്ട്രാ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പീറ്റഡ് അലവൻസ് വാലറ്റിലേക്കാണ് ലെഫ്റ്റ് മോസ്റ്റിലേക്ക് വരിക. അവിടെ 220 കാണിച്ചിട്ടുണ്ട്, കണ്ടോ, 220 രൂപ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ 500 രൂപയുടെ 25% ആയ 125 രൂപയും അടുത്ത നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം 100 രൂപ കിട്ടേണ്ടിയിരുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക്